താൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിയല്ല ഞാൻ. സഹീറ തങ്ങൾ IPSനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അറസ്റ്റിലായ പ്രതിയെ നിങ്ങളെ കാണിക്കില്ല എന്ന് പറഞ്ഞ കാണിക്കില്ല. ഇറ്റ്സ് മൈ ഡിസിഷൻ. അത് മാറ്റാൻ പറ്റുമെങ്കിൽ താനൊന്ന് ശ്രമിച്ചു നോക്ക്. ഇത്രയും കാലം നിങ്ങൾ കണ്ടതല്ലേ, ഇനി ഞങ്ങള് പോലീസുകാർ അവളെ ഒന്ന് കാണട്ടെ, ആ പേരും കള്ളിയെ. ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു പോലീസ് ഓഫീസർ എന്നതിനേക്കാൾ നിങ്ങളൊരു സ്ത്രീയായിപ്പോയി. ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾക്കിപ്പോഴാണ് മനസ്സിലായത്. പഴയത് പറഞ്ഞു കുത്തി നോവിക്കാനും അതിന്റെ പേരിൽ റിവെഞ്ച് എടുക്കാനും മാത്രം ചീപ്പല്ല ഞാൻ. തന്റെ തകർച്ച ഇവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വലിയ കിരീടം വെച്ച ഓഫീസർ ആയിരുന്നല്ലോ, ഇപ്പൊ എന്റെ മുന്നിൽ യാചിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? ഇറ്റ് ഈസ് ടൈം, ദ പൊയറ്റിക് റിവെഞ്ച് ഓഫ് ടൈം. പക്ഷെ തന്റെ യാചന കൊണ്ടൊന്നും എന്റെ മനസ്സലിയില്ല. അവളെ കാണാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. വാശി തീർക്കാൻ ഈ യൂണിഫോം ഉപയോഗിക്കുന്നത് ഒരു നല്ല പോലീസ് ഓഫീസറുടെ ലക്ഷണമല്ല. പേഴ്സണൽ ഗ്രഡ്ജും ഒഫീഷ്യൽ ഡ്യൂട്ടിയും ഡിഫറന്റ് ആണ്. മൈൻഡ് ഇറ്റ്. എത്ര കുറ്റവാളിയാണെങ്കിലും ഏത് ലോക്കപ്പിനകത്താണെങ്കിലും മീനാക്ഷി എന്റെ ഭാര്യയാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെന്ന പരിഗണനയൊന്നും വേണ്ട. ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനെന്ന അവകാശം മാത്രം മതി എനിക്കെന്റെ ഭാര്യയെ കാണാൻ. അതുപോലും എനിക്ക് നിങ്ങൾ നിഷേധിക്കുന്നു. ഇതിനെങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മറുപടി എനിക്ക് മെയിലായിട്ട് അയച്ചാ മതി, ഞാൻ വായിച്ചു പഠിച്ചോളാം. വേണമെങ്കിൽ ഒരു പ്രിന്റ് എടുത്ത് ഇവിടെ ഫ്രെയിം ഇട്ട് ചില്ലിട്ട് വെക്കാം. കാർത്തിക്കിന് ഞങ്ങളെ മനസ്സിലായോ? മറന്നിട്ടില്ലേ? നെല്ലിശ്ശേരിയിലെ സച്ചിയും സന്ദീപും അല്ലേ? അതെ. ഒഫീഷ്യൽ കാര്യം എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് ഇപ്പോ അതിനുള്ളൊരു മൂഡിലല്ല ഞാൻ. പോരെങ്കിൽ ഞാനിപ്പോ സസ്പെൻഷനിലുവാ. എല്ലാം അറിയാം. ഞങ്ങൾ വരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. മീനാക്ഷി പറഞ്ഞിട്ടാ ഞങ്ങള്. കാർത്തിക്കിന് എന്റെ ഭാര്യ അർച്ചന ഓർമ്മയുണ്ടാവുമല്ലോ. അവളിപ്പോ ഒരു കേസിൽ അറസ്റ്റില്ല. മീനാക്ഷിയുടെ അതേ ലോക്കപ്പിൽ. അർച്ചനയോ? ഏതോ കുറ്റവാളിയുടെ ബന്ധുക്കളാണല്ലേ? അതെ. അർച്ചനെ മീനാക്ഷി പോലെ ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റില്ല. ഇന്ന് നീ ഒരു അക്ഷരം മിണ്ടിയ ഞാൻ ചിലപ്പോ അറസ്റ്റിലായെന്ന് വരും. എന്റെ ഭാര്യയ്ക്ക് ഒരിത്തിരി വകതിരിവ് കുറവാ, ക്ഷമിക്കണേ. അതൊന്നും കുഴപ്പമില്ല. ഇത്തരം ഒരു സാഹചര്യത്തില് ആരും ഒന്ന് സംശയിക്കും. പക്ഷേ എന്റെ അർച്ചനയുടെ കഥ വേറെയാണ്. ഇതാണ് ഉണ്ടായത്. അർച്ചനെ കാണാൻ ഞങ്ങൾ സ്റ്റേഷനിൽ പോയതാ. അവിടെ വെച്ച് നിങ്ങള് എന്റെ വീടായ ചെമ്പകമംഗലത്ത് ചെല്ലണം. എന്റെ മുത്തശ്ശിയ ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മ. ഞങ്ങൾ രണ്ടുപേരെയും പുറത്തിറക്കാൻ ഇനി അവർക്ക് മാത്രമേ പറ്റൂ. അതനുസരിച്ചാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ബുദ്ധിമുട്ടിക്കേണ്ട സമയത്ത് ബുദ്ധിമുട്ടിക്കണം.
ഹലോ, ഞാൻ രാജലക്ഷ്മിയെ ചെമ്പകമംഗലത്ത് നിന്ന്. മനസ്സിലായി രാജലക്ഷ്മി അമ്മേ. എന്താ വേണ്ടതെന്ന് പറയണം. അത്രയുള്ളോ കാര്യം? ഇതെനിക്കൊരു ഫോൺ കോൾ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ തീർത്താ പോരാ. കാര്യമില്ലാതെ ചെമ്പകമംഗലത്തെ കുട്ടിയെ കുറ്റവാളിയാക്കുകയും കൈവയ്ക്കുകയും ചെയ്തവൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതെനിക്ക് നേരിട്ട് കാണണം. പിന്നെന്താ രാജലക്ഷ്മി അമ്മേ, കൺമുന്നിൽ കാണിച്ചു തരാൻ ഞാൻ. ഇപ്പൊ തന്നെ പുറപ്പെട്ടുള്ളൂ പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ എത്തി എനിക്കൊരു മിസ് കോൾ ചെയ്താൽ മതി. IPS പവറും പത്രാസും ചോരത്തിളപ്പും ഒക്കെ ഉരുകി ഒലിച്ചു പോകുന്നത് നേരിട്ട് കാണിച്ചു തരാം. പിന്നാലെ വരും പണിഷ്മെന്റ്. സന്തോഷം. ഇതൊക്കെ ചെമ്പകമംഗലത്തോടുള്ള എന്റെ കടം വീട്ടിലാണെന്ന് കണക്കാക്കിയാൽ മതി. എപ്പോ വേണമെങ്കിലും വിളിക്കാം, എന്താവശ്യമുണ്ടെങ്കിലും. ശരി. ശരിയപ്പോ. ഇനി ബാക്കി പോലീസ് സ്റ്റേഷനിൽ. ഉച്ചയൂണിന് മീനാക്ഷി ചെമ്പകമംഗലത്തുണ്ടാവും. അതിഥിയായി അർച്ചനയും.